സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി സ്ഥിരീകരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത്. ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇതോടെ 6 ഉയർന്നിരിക്കുന്നു. ഇന്ത്യാസ് കരീം കോഴിക്കോട് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ത്യാസ് അതീവ ഗൗരവതരമായ സാഹചര്യമാണ്. ഇന്നലെ 2 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചതിന്റെ വിവരമൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ആരോഗ്യവകുപ്പ് ഈ മരണവുമായി ബന്ധപ്പെട്ടുൾപ്പെടെ എന്തെങ്കിലും പുതിയ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരണം നൽകുന്നുണ്ടോ? രതീഷ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ വീണ്ടും ഒരു 6ാമത്തെ മരണം കൂടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ഗൗരവമുള്ളതും അതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു കാര്യം തന്നെയാണ്. മലപ്പുറം ചേലേമ്പ്ര സ്വദേശിയായിട്ടുള്ള ഷാജിക്ക് 47 വയസ്സായിരുന്നു. നേരത്തെയൊക്കെ ഉണ്ടായതുപോലെ തന്നെ ആദ്യം പനിയും ജലദോഷവും ഒക്കെ വന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയുമാണ് ചെയ്തത്. അവിടെ വെച്ച് നടത്തിയ ആ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായി എന്ന് പറയുന്നത്. പക്ഷേ ഇവർ എല്ലാവരുടെയും കാര്യത്തിൽ, നേരത്തെ മരിച്ച 5 പേരുടെയും കാര്യത്തിൽ അവരുടെ ജലാശയങ്ങളുമായുള്ള ബന്ധം, ജലാശയങ്ങളിൽ കുളിച്ചതുമായിട്ടോ അതല്ലെങ്കിൽ അത്തരം കെട്ടിക്കിടക്കുന്ന വെള്ളം ഉപയോഗിച്ചതായിട്ടോ ഉള്ള ബന്ധമൊക്കെ ഇവർ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു. ആ കാര്യങ്ങൾ തന്നെയാണ് ഷാജിയുടെ കാര്യത്തിലും ഉള്ളത് എന്ന് തന്നെയാണ്. പക്ഷേ ഇതിലൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഇതിലിപ്പോൾ 11 പേർ, ഇന്നലെ സ്ഥിരീകരിച്ച 2 പേരുൾപ്പെടെ 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അതിൽ കാസർഗോഡ് സ്വദേശിയുടെ നില കുറച്ച് ഗുരുതരമാണ്. പക്ഷേ ഈ ഷാജിയുടെ കാര്യത്തിൽ, ഇന്ന് മരിച്ച ഷാജിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു അതീവ ഗുരുതരാവസ്ഥയിലേക്ക് ഷാജി പോയതായിട്ടോ എന്നും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് വിവരം ഉണ്ടായിരുന്നില്ല. നേരത്തെ 2 പേർ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഉണ്ട് എന്ന് ആരോഗ്യ വകുപ്പ് പറഞ്ഞിരുന്നു. അതിലൊന്ന് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം 4ാമത്തെ മരണം അദ്ദേഹത്തിൻ്റെതായിരുന്നു. പിന്നീട് ഒരു കാസർഗോഡ് സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് കാര്യം. ഇങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്ന ആളുകൾക്ക് മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ആശങ്കയായി തുടരുന്നൊരു കാര്യം. അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, എങ്ങനെയാണ് ഇത്രത്തോളം കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ പരിശോധനകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. നേരത്തെ AK ശശീന്ദ്രന്റെയൊക്കെ വികസന ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ അനുവദിച്ച് പുതിയ ഉപകരണങ്ങളടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചടക്കം കൂടുതൽ പരിശോധനകൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ രോഗബാധയുള്ളവരെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് കാര്യം. പക്ഷെ അപ്പോഴും എന്ത് പ്രതിരോധ പ്രവർത്തനം നടത്തിക്കൊണ്ട് നമുക്കിതിനെ പിടിച്ചുകെട്ടാം എന്നുള്ള ഒരു കാര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ചില ഒരു നിസ്സംഗത തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും അത് വളരെ പ്രധാനമാണ്. രോഗവ്യാപനം, അത് വീണ്ടും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ എങ്ങനെ ഈ രോഗം തടയാനാകും? എന്ത് പ്രതിരോധ പ്രവർത്തനമാണ് അത്? തദ്ദേശ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ കോർത്തിണക്കിക്കൊണ്ടാണെങ്കിൽ, ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ടാണെങ്കിൽ എങ്ങനെ ഇക്കാര്യത്തിലൊരു ശ്രദ്ധ കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ ആവശ്യമാണ്. അക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഊർജിതമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ ഉയർന്നു വരുന്ന അഭിപ്രായം. നമുക്ക് എന്തൊക്കെ ചെയ്താൽ എങ്ങനെയൊക്കെ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും, പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതൊന്ന് വേഗത്തിൽ പരിശോധിക്കാം എന്ന് തോന്നുന്നു. ടാങ്കുകൾ വൃത്തിയാക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. കെട്ടിക്കിടക്കുന്ന ജലത്തിൽ നിന്നാണ് സാധാരണ നിലയിൽ ഈ രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത്. ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങരുത്. ഇപ്പോൾ പുഴയിലാണെങ്കിൽ പോലും ഒഴുക്കില്ലാത്ത ജലമാണെങ്കിൽ ഇറങ്ങരുത്. കുളങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിലുള്ളതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അത് വൃത്തിയാക്കാത്തതാണെങ്കിൽ ഇറങ്ങാൻ വരില്ല. ഇനി ഇറങ്ങേണ്ടി വന്നാൽ, കുളിക്കേണ്ടി വന്നാൽ മൂക്കിലൂടെ ജലം അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ എപ്പോഴും വേണം എന്നതാണ് ആരോഗ്യ വിദഗ്ധർ പൊതുവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ കുളങ്ങൾ ഉൾപ്പെടെ വൃത്തിയായി ശുചിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ നീന്തുമ്പോൾ തല വെള്ളത്തിന് മുകളിൽ സൂക്ഷിക്കണം. മൂക്കിലൂടെ ജലം അകത്തേക്ക് പോകരുത് എന്നാണ് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. നീന്തൽക്കുളങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, സ്പാകൾ ഇവ ക്ലോറിനേറ്റ് ചെയ്ത് ജലം ശുദ്ധമാണ് എന്നത് ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റിസോർട്ടുകളുടെയൊക്കെ എണ്ണം കൂടി വരികയാണ്. അവിടെയെല്ലാം സ്വിമ്മിംഗ് പൂളുകൾ ഉൾപ്പെടെയുണ്ട്. അവിടങ്ങളിലുമൊക്കെ പ്രത്യേകമായ ശ്രദ്ധ ആവശ്യമായി വരികയാണ്. സ്പ്രിംഗ്ലറുകൾ, ഹോസുകൾ എന്നിവയിൽ നിന്നും വെള്ളം മൂക്കിൽ പതിക്കരുത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ മൂക്കിൽ പോകരുത് എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഏകീകൃതമായി ജലാശയങ്ങളിലെ ഇത്തരം ഒരു അപകടകരമായ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആവശ്യമായി വരുന്നു എന്നതാണ് വ്യക്തമാകുന്ന ഇപ്പോഴത്തെ ഗൗരവതരമായ സാഹചര്യത്തിൽ.